ഒരാഴ്ചയോ രണ്ടാഴ്ചയോ പിടിച്ചു നിന്നാലേ എന്നെ പോലുള്ളവരോ അല്ലെങ്കിൽ എനിക്ക് മുതിർന്നവരോ ഒക്കെ ചിലപ്പോൾ കാണാൻ പോകും. ഇതുവരെ ഞാൻ വൃത്തിയില്ലാത്തവനാണെന്ന് വിചാരിച്ചു. ഈ പാട്ട് ഞാൻ എഴുതിയതാന്ന് പറഞ്ഞാൽ ഞാൻ ഭ്രാന്തനാന്നും കൂടിയും അയാൾ വിചാരിക്കും. ജീവൻ കളയാനുള്ള ഒരു ചിന്തയിൽ നിന്ന് രക്ഷിച്ചത് ഈ പാട്ടാണെന്നുകൊണ്ടാണ് അവർ എന്നെ വിളിച്ചത്. ഞാനെന്ന പാട്ടെഴുത്തുകാരനെ ഉണ്ടാക്കിയത് ബോബി സുന്ദറും ബിജിപാലും ദീപക് ദേവും എം ജയചന്ദ്രനും ഷാൻ റഹ്മാനും ജെയ്ക്സ് ബിജോയും രാഹുൽ രാജുവൊക്കെയാണ്. സിനിമയിൽ എനിക്ക് തോന്നിയ ഒരു കാര്യം, ഒരാൾ ചിന്തിക്കുന്നതിന് അനുസരിച്ച് പുതിയ തലമുറ വരുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം, അത് ചോദ്യം പ്രസക്തമാണ്, ഒരാൾ ചെയ്യുന്നതിനനുസരിച്ച് വരുന്നുണ്ട്. പക്ഷേ സിനിമയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ ഒരു ഇൻഡസ്ട്രിയാണ്. അപ്പോൾ ഒരാൾ ഒരു നല്ല കാര്യം ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സാധനം ഹിറ്റായി കഴിഞ്ഞാൽ അതിനനുസരിച്ച് വീണ്ടും വീണ്ടും പലതും അതിൻ്റെ തുടർച്ച അതിൻ്റെ മുകളിൽ ഉണ്ടാവും എന്നുള്ള ഉറപ്പാണ്. അപ്പോൾ അതിനനുസരിച്ചേ പോവുള്ളൂ. അപ്പോൾ അതിലൊരുപാട് വിപണിയുടെ കച്ചവടത്തിൻ്റെ ഘടകങ്ങളൊക്കെ വരും. ഞങ്ങൾ എന്ന ചോദ്യം ഒരു പക്ഷേ ഒരു പാട്ടെഴുത്തുകാരനോടാണെങ്കിൽ പാട്ടെഴുത്തുകാരന് വളരെ പരിമിതിയുണ്ട്. ഒരു സിനിമയുടെ ഏറ്റവും അറ്റത്ത് പണ്ട് 16 വരിയുടെ ബന്ധമുണ്ടായിരുന്നവർ 12 വരിയുടെ 10 വരിയുടെ ബന്ധം മാത്രമാണ് ഒരു പാട്ടെഴുത്തുകാരനുണ്ടാവുന്നത്. അതൊരു അപ്ലൈഡ് ആർട്ടുമാണ്. ആ ബന്ധം ഒരു പാട്ടെഴുത്തുകാരന് സിനിമയുമായിട്ട് അത്രേ വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇത് ചിന്തിക്കേണ്ടത് ഇവിടുത്തെ സംവിധായകരും നിർമ്മാതാക്കളും ഒക്കെ തന്നെയാണ്. അപ്പോൾ സംവിധായകരും നിർമ്മാതാക്കളും ചിന്തിക്കുമ്പോൾ അവരുടെ മുന്നിൽ വരുന്നൊരു വെല്ലുവിളി എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇൻഡസ്ട്രിയിൽ നിന്നുണ്ടാവുന്നത് സ്വാഭാവികമായിട്ടും പ്രോഡക്റ്റാവും, അതിൻ്റെ വിജയവും ആയിരിക്കും. എല്ലാവരും ആഗ്രഹിക്കുന്നത് ആ വിജയവും അതൊക്കെ തന്നെയായിരിക്കും. അപ്പോൾ ഒരു സിനിമ ഇറങ്ങിയാൽ ആദ്യം അതിലേക്ക് എത്തുന്നത് ആരാണ്, അത് കാണാൻ വരുന്നത് ആരാണ്. ഇപ്പോൾ ഒരു തിയേറ്ററിൽ ഒരാഴ്ചയോ രണ്ടാഴ്ചയോ പിടിച്ചു നിന്നാലേ എന്നെ പോലുള്ളവരോ അല്ലെങ്കിൽ എനിക്ക് മുതിർന്നവരോ ഒക്കെ ചിലപ്പോൾ കാണാൻ പോകും. ഫസ്റ്റ് ഷോ ഒന്നും കാണാൻ പോവില്ല. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഒരു ഘടകമാണ്. ഇതൊക്കെ എല്ലാ കാലത്തും ഇതിൻ്റെ ഘടകമാണ്. തീർച്ചയായിട്ടും പുതിയ തലമുറ ആരാണ് അങ്ങനെ സിനിമ കാണാൻ ആദ്യം സിനിമ കാണാൻ ഇടിച്ചു കയറുന്നത് ആരാണ്, അവരുടെ ഭാവുകത്വത്തിനെ അനുസരിച്ച് ഈ സിനിമയുടെ ഭാവുകത്വം മാറും. സിനിമയുടെ ഭാവുകത്വം മാറുമ്പോൾ അതിലുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ ഭാവുകത്വങ്ങൾ മാറും. അതിലൊന്നായ സംഗീതത്തിൻ്റെ ഭാവുകത്വം മാറും. അങ്ങനെ സംഗീതത്തിൻ്റെ ഭാവുകത്വം മാറുമ്പോൾ നമ്മൾ പാട്ടിലെ വരിയുടെയും ഭാവുകത്വം മാറും. ഈ പാട്ടിലെ വരിയുടെ ഭാവുകത്വം മാറുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ തീർച്ചയായിട്ടും ഈ ഭാവുകത്വ പരിണാമം ഇവിടുത്തെ എല്ലാ ലിറ്ററേച്ചറിനും സംഭവിച്ചിട്ടുണ്ട്. ഇവിടുത്തെ നോവലുകൾക്ക് സംഭവിച്ചിട്ടുണ്ട്, ഇവിടുത്തെ കഥകൾക്ക് സംഭവിച്ചിട്ടുണ്ട്, ഇവിടുത്തെ കവിതകൾക്ക് സംഭവിച്ചിട്ടുണ്ട്, ഇവിടെ പല എഴുത്തുകൾക്കും സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആദിയുടെ പെണ്ണപ്പനൊക്കെ മുന്നോട്ട് വയ്ക്കുന്നത് സ്ത്രീയെപ്പറ്റി നമ്മൾ ആറ്റൂരിൻ്റെ അതിനു മുമ്പ് കുമാരനാശാൻ്റെ ചിന്താവിഷ്ടയായ സീതയിലാണെങ്കിലും ഒക്കെ പറഞ്ഞതിൽ നിന്നൊക്കെ മാറി അവിടെ നിന്നൊക്കെ ഭാവുകത്വ പരിണാമം വന്ന് പെണ്ണപ്പൻ എന്ന് പറയുന്ന ഒരു പുസ്തകം ആദ്യം മുന്നോട്ട് വയ്ക്കുമ്പോൾ നമ്മുടെ ഭാവുകത്വം, നമ്മുടെ ജീവിതം, നമ്മുടെ ഇവിടെയുള്ള ആളുകളുടെ അനുഭവം ഒക്കെ മാറിയിട്ടുണ്ട്. ഈ മാറ്റം എല്ലാറ്റിലും ഉണ്ട്. സ്വാഭാവികമായിട്ടും അത് ഇതിനു മുമ്പുള്ളവർക്ക് ഉൾക്കൊള്ളണം എന്നില്ല. കേട്ടിട്ടുണ്ട് ഒരിക്കൽ ഈ സിനിമയിൽ പാടി എന്നുള്ളതിൻ്റെ പേരിൽ GN ബാലസുബ്രഹ്മണ്യത്തിനെ സിനിമയിൽ അഭിനയിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ അഭിനയിച്ച് പാടി എന്നുള്ളതിൻ്റെ പേരിൽ എവിടെയോ GNBയെ തടഞ്ഞു വെച്ചു എന്നോ GNBക്ക് എവിടെയോ കച്ചേരി അവിടെ പെർഫോം ചെയ്യാൻ സമ്മതിച്ചില്ല എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തൊട്ട് മുമ്പത്തെ ഭാവുകത്വമുള്ളവർക്ക് അത് സഹിക്കാതെയും വരും. അപ്പോൾ അത്തരത്തിലുള്ള ഭാവുകത്വ പരിണാമത്തിൽ നിന്ന് പാട്ടും വരികളും മുക്തമല്ല, അതിനും പരിണാമം സംഭവിക്കും എന്നാണ്. പിന്നെ അതിനോടുകൂടി കൂട്ടിച്ചേർക്കാവുന്നത് ഒരു സിനിമയുടെ ഭാവുകത്വ പരിണാമത്തിന് വളരെ ചെറിയൊരു ശതമാനമേ പാട്ടുകൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് തോന്നുന്നത്. ഇതുവരെ ഇങ്ങനത്തെ പ്രതികരണം കിട്ടാതെ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഞാൻ അതിൽ കാണുന്നത്. ചോദിച്ചപ്പോൾ എനിക്ക് ഇപ്പോൾ
നമ്മളെ അപ്പുറത്തിരിക്കുമ്പോഴും ലൈലാകത്തിനെ പറ്റി പറഞ്ഞത് കൊണ്ട് ഞാൻ പറയാണ്. ലൈലാകമേ എന്ന് പറയുന്ന പാട്ടൊക്കെ ഇറങ്ങി അതൊക്കെ ശ്രദ്ധിക്കപ്പെട്ട സമയത്ത് എൻ്റെ 2 സുഹൃത്തുക്കൾ വന്നു. രാജേഷ് എന്ന് പറയുന്ന രാജേഷ് ഇപ്പോൾ സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിച്ച് പിന്നെ ഇപ്പോൾ കൽക്കത്ത ശാന്തിനികേതനിലെ അധ്യാപകനാണ്. അപ്പോൾ രാജേഷും ഇപ്പം ഞങ്ങളോടൊപ്പം ഇല്ലാത്ത രാജീവ് എന്ന് പറയുന്ന സുഹൃത്തും ഒരു കാറും കൊണ്ട് വീട്ടിൽ വന്നു. അപ്പം ഞാൻ വീട്ടിലെന്തോ പണിയെടുത്ത് അങ്ങനെ കൊണ്ടിരിക്കുന്ന സമയത്ത് വളരെ മുഷിഞ്ഞ ഒരു കൈലിമുണ്ടും ഒരു ടീഷർട്ടുമായിരുന്നു. അപ്പോൾ ഈ കൈലിമുണ്ടും ടീഷർട്ടുമായിട്ട് ഞാൻ അപ്പോൾ ഇവർ പറഞ്ഞു നമുക്കൊന്ന് പുറത്ത് പോകാമെന്ന് പറഞ്ഞു. കയറി കുന്നംകുളം വരെ പോകാമെന്ന് പറഞ്ഞു. ഈ കുന്നംകുളം വരെ പോകാമെന്ന് പറഞ്ഞ യാത്ര തൃശ്ശൂർ വരെ. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് 30 കിലോമീറ്റർ ഉണ്ട് തൃശ്ശൂർക്ക്, 30-നടുത്ത്. അപ്പോൾ തൃശ്ശൂർ പോയി പെട്ടതിനാണ്. ഇത് വേറെ ആരുടെ വണ്ടിയായിരുന്നു. ഈ രാജീവിന് ഈ വണ്ടി വേണമെന്ന് പറഞ്ഞ് അങ്ങനെ വണ്ടി തിരിച്ച് രാജീവ് വണ്ടി കൊണ്ടുപോയപ്പോൾ ഞാൻ രാജേഷും ടൗണിൽ പടിഞ്ഞാറക്കോട്ടയിൽ നിൽക്കുകയാണ്. അപ്പോൾ പടിഞ്ഞാറക്കോട്ടയിൽ രാജേഷിൻ്റെ വീട് അവിടെ അടുത്താണ്. ഇപ്പം ഞാൻ ഇനി അങ്ങോട്ട് വരണ്ടല്ലോ, നീ പൊക്കോളില്ലെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ ബസ് കയറി പോകാൻ പൈസ ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ രാജേഷിൻ്റെ കയ്യിൽ ആകേണ്ടായിരുന്ന 500 രൂപ എന്തുവാണ്. ഒരു ആ 500 രൂപ വന്ന് ഞാൻ അതും പിടിച്ച് കയറി. അങ്ങനെ കോഴിക്കോട് ഒരു സൂപ്പർ ഫാസ്റ്റാണ് വന്നത്. അപ്പോൾ ഞാൻ കയറിയപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു ഞാനും ഒരു KSRTC കണ്ടക്ടറായിട്ട് കുറച്ച് കാലം ജീവിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 39 രൂപയ്ക്ക് 500 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഞാനാണെങ്കിലും മനസ്സിലെങ്കിലും തെറി പറയും എന്നുള്ള ഉറപ്പാണ്. മറ്റേ ഞാൻ കൊടുത്തു. അയാൾ അതിൻ്റെ ഒരു അസഹിഷ്ണുത പ്രകടിപ്പിച്ചു. എന്നിട്ട് ബാക്കി പൈസ തന്നു. ബാക്കി പൈസ തന്നപ്പോൾ എൻ്റെ കയ്യിൽ പോക്കറ്റ് പോലും ഇല്ല. ഞാനിങ്ങനെ മടിക്കുത്തിൽ പൈസ വെച്ച് ഇങ്ങനെ ഒരു കമ്പിമ്പിൽ ഇങ്ങനെ ബാലൻസ് ചെയ്ത് നിൽക്കണം. അപ്പോൾ ഈ കണ്ടക്ടറായി പോയതുകൊണ്ട് അങ്ങനെ നിൽക്കാൻ എനിക്കറിയാം. ഞാൻ നോക്കുമ്പോൾ ഇതൊക്കെ കണ്ട ഒരാൾ ഇരിക്കുന്നുണ്ട് വലിയൊരു ബാഗൊക്കെ ആയിട്ട്. അയാൾ ഏതെങ്കിലും ഉയർന്ന ഉദ്യോഗമോ അല്ലെങ്കിൽ പഠിക്കുക എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. വെൽ ഡ്രസ്ഡ് ആയിട്ട് ഒരു ഇതാണ്. അപ്പോൾ ഇങ്ങനെ വലിയൊരു വട്ടത്തിലുള്ള ഹെഡ്സെറ്റ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചു ഞാനൊന്ന് ഇരിക്കട്ടെ എന്ന് വെച്ചപ്പോൾ അയാളൊരു അവിടെ സീറ്റില്ലേ എന്നുള്ള രീതിയിൽ നോക്കി. ആ കുറ്റം പറയാൻ പറ്റില്ല, കാരണം എൻ്റെ രൂപവും അങ്ങനെ ഒരു മുഷിഞ്ഞ ഇതുമാണ്. അവിടെ തൊട്ടടുത്ത് ഇരുന്ന് കഴിഞ്ഞാൽ ആൾ നന്നായിട്ട് ഡ്രസ്സ് ചെയ്തിരിക്കുന്ന സമയത്ത് നമ്മുടെ അടുത്ത് ഒരാളിങ്ങനെ ചളിയൊക്കെ ആയിട്ട് വന്നിരിക്കുമ്പോൾ നമുക്കൊരു ഇറിറ്റേഷൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ പിന്നെയും ഒന്ന് സ്ട്രെസ് ചെയ്തപ്പോൾ അയാൾ അങ്ങോട്ടിരിക്കാൻ വേണ്ടിയിട്ട് വഴി തന്നു. അങ്ങനെ ഞാൻ അപ്പുറത്തെ സീറ്റിൽ പോയിരുന്നു, തൊട്ട സീറ്റിൽ അയാളെ. അപ്പോൾ ഇയാൾ എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട് ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിട്ട്. അപ്പോൾ ഇയാൾ പാട്ട് കേൾക്കുകയാണ്. അപ്പം നമ്മൾ എത്തിനോട്ടം നമുക്കൊക്കെ ഒരു ജനറേഷനിൽ വരെ എത്തിനോട്ടം നമുക്കൊക്കെ വളരെ ഇഷ്ടമുള്ള സാധനമാണ്. കാരണം എൻ്റെ ഈ ഫ്രണ്ട്സ് പറയാറുണ്ട്, ഞങ്ങൾ കുന്നംകുളത്താണ്. കുന്നംകുളത്തൊക്കെ ഈ പബ്ലിക് ടോയ്ലറ്റ് ഉണ്ടാവില്ലേ ആണുങ്ങൾ. അപ്പോൾ ഇത് ഇങ്ങനെ എത്ര പോകുന്ന ഒരു അരമതിലും അപ്പുറത്താണ്. അപ്പോൾ ഇങ്ങനെ സമയത്രയായി എന്ന് നോക്കിക്കഴിഞ്ഞാൽ അപ്പുറത്തെ ആൾക്കും പിന്നെ മൂത്രമൊഴിക്കാൻ പറ്റില്ല, നമുക്കും പറ്റില്ല. ഈ ഒരു അവസ്ഥയുണ്ട്. ഈ എത്തിനോട്ടം ഒരു സ്വഭാവം ഉള്ളതുകൊണ്ട് ഞാൻ ഇയാളിങ്ങനെ കേൾക്കുന്ന പാട്ട് എന്താണെന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോൾ അത് ലൈലാകമേ എന്ന് പറയുന്ന പാട്ടാണ് അയാൾ കേൾക്കുന്നത്. പക്ഷേ ഞാൻ പിന്നെ ഒന്നും മിണ്ടാൻ പോയില്ല. പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ വിശ്വസിക്കില്ല. ഇതുവരെ ഞാൻ വൃത്തിയില്ലാത്തവനാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ പാട്ട് ഞാൻ എഴുതിയതാന്ന് പറഞ്ഞാൽ ഞാൻ പ്രാന്തനാന്നും കൂടിയും അയാൾ വിചാരിക്കുക. അതുകൊണ്ട് കേട്ടില്ല. അയാൾ അതുവരെ ഇങ്ങനെ പുച്ഛത്തോടെ ഞാൻ വലിയ പാട്ടൊക്കെ കേൾക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് പുച്ഛത്തോടെ എൻ്റെ പാട്ട് കേട്ടുകൊണ്ട് എന്നെ ഇങ്ങനെ നോക്കി. അയാൾ പെരുമ്പിലാവ് വരെ ആ പാട്ട് കഴിഞ്ഞ് അടുത്ത പാട്ടായി. അയാൾ പെരുമ്പിലാവ് വരെ ഇരുന്നു. ഞാനും മിണ്ടാതിരുന്നു. അവസാനം എന്തൊക്കെയായാലും നീ ഇപ്പം എത്ര കേമനാണെങ്കിലും എൻ്റെ പാട്ടാണല്ലോ കേൾക്കണത് എന്ന് ഞാനും സമാധാനിച്ചു. രസകരമായിട്ടുള്ളൊരു സംഭവം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഒന്ന് പറഞ്ഞതാണ്. പക്ഷെ പിന്നെ ഒരിക്കൽ ജയചന്ദ്രന് വേണ്ടിയിട്ട് ഒരു ഭക്തിഗാനം ഞാൻ എഴുതി കൊടുത്തിരുന്നു. ഞാൻ ആ സമയത്ത് അങ്ങനെ ഭക്തിഗാനം എഴുതിയിട്ടുള്ള ഒരാളല്ല. അപ്പോൾ ഒരു ഗുരുവായൂരപ്പ ഭക്തിഗാനമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ നീ തന്നെ എഴുതണമെന്ന് ജയേട്ടൻ പറഞ്ഞു. അങ്ങനെ ഞാൻ സത്യം പറഞ്ഞാൽ പാട്ട് എഴുതിയത് ഒരു ഭക്തിഗാനം എന്നുള്ള നിലയ്ക്കല്ല. ജയേട്ടന് ഗുരുവായൂരപ്പനോടുള്ളൊരു ഭക്തി വച്ചിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ ജയേട്ടനെ പറ്റിയിട്ടാണ് ആ പാട്ട് എഴുതിയത്, നീ എന്ന ഗാനത്തെ എന്ന് പറഞ്ഞിട്ടൊരു പാട്ട്. പക്ഷെ ഇത് കഴിഞ്ഞത് കോവിഡ് സമയത്തൊക്കെയാണ് ഇത് റിലീസായത്. ജയേട്ടനെ വിളിച്ചു കഴിഞ്ഞ് നമ്പർ മേടിച്ചിട്ടൊക്കെയാണ് എന്നെ ഒരു ലേഡി വിളിച്ചിരുന്നു. കേരളത്തിൻ്റെ ഒരു സ്ഥലത്താണ്. അവരെന്തോ ഒരു ജോലി ചെയ്യായിരുന്നു. അവരറിയാത്തൊരു ക്രമക്കേടിൽ അവർക്ക് ആ ജോലി പോയി. അപ്പോൾ സാമ്പത്തിക നഷ്ടം കൂടാതെ ഈ അപമാനമോ ഒക്കെ സംഭവിക്കുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സംഭവിച്ച സമയത്ത് ഇവർ സൂയിസൈഡ് ചെയ്യാൻ പോയ സമയത്താണ് ഇവർ ഈ പാട്ട് കേട്ടത്. അങ്ങനെ
പലതവണ കേട്ട് കഴിഞ്ഞിട്ട് അവരെ ആ ആത്മഹത്യാ പ്രവണതയിൽ നിന്ന് അല്ലെങ്കിൽ ജീവൻ കളയാനുള്ള ഒരു ചിന്തയിൽ നിന്ന് രക്ഷിച്ചത് ഈ പാട്ടാണെന്നുകൊണ്ടാണ് അവർ എന്നെ വിളിച്ചത്. അത് ഒരു പക്ഷേ അങ്ങനെ ഒരു ദൗത്യം ഒരു പാട്ടിന് ചെയ്യാൻ പറ്റുന്നു എങ്കിൽ അത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ചെറിയ ചെറിയ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എഴുതുന്ന ഒരു മൊമെൻറ്റിൽ പുരസ്കാരത്തിനപ്പുറം ഈ പാട്ട് ശ്രദ്ധിക്കപ്പെടുമെന്ന് പോലും ഞാൻ ചിന്തിക്കാറില്ല. നമ്മുടെ മുമ്പിലുള്ള 2 പോയിന്റ് എന്ന് പറയുന്നത് ഒരു സംവിധായകനും ഒരു സംഗീത സംവിധായകനും തിരക്കഥാകൃത്തുമാണ് അദ്ദേഹം. ഇവർക്ക് വേണ്ടി പാട്ട് എഴുതാൻ നിയോഗിപ്പിച്ച്, തൊഴിലാണല്ലോ ചെയ്യുന്നത്, പണം വാങ്ങിയിട്ടാണ് നമ്മൾ എഴുതുന്നത്, അതിന് നിയോഗിക്കപ്പെട്ട ഒരാളാണ്. അപ്പോൾ ഇവർക്ക് ഇഷ്ടപ്പെടുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ പരിഗണനയായിട്ടുണ്ടാവാറ്. അതിന് മാത്രമാണ് ശ്രദ്ധിക്കാറുള്ളത്. തീർച്ചയായിട്ടും 100% ശരിയാണ്. ഓരോ പാട്ടും ശ്രോതാവിൻ്റെ മനസ്സിലാണ് ജീവിക്കുന്നത് എങ്കിൽ പോലും അവിടെ ചിന്തിക്കുന്നത് ഇവരെ മാത്രമാണ് ആ സമയത്ത് ഈ ചിന്തിക്കാറ്. ഓക്കെ, പിന്നെ നമ്മളും എന്തെങ്കിലും പ്രശ്നം വന്ന ആർഗ്യൂയിങ്ങോ ഡിബേറ്റിങ്ങോ ഒക്കെ ഉണ്ടാവും, എങ്കിലും അതാണ് ചിന്തിക്കാറ്. അതിലപ്പുറത്തൊന്നും ചിന്തിക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം. ഞാൻ വളരെ തമാശയ്ക്ക് പറയും, എൻ്റെ വീട്ടിൽ ഞാൻ വളരെ ചെറുപ്പം ഉള്ള സമയത്ത് ഞാൻ എൻ്റെ ചെറിയച്ഛന്മാർ അവിടെ സിനിമാ പാട്ടുകളല്ല വെച്ചിരുന്നത്. അവിടെ എം ഡി രാമനാഥൻ്റെയോ ഒക്കെ പാട്ടുകൾ, എം എസ് സുബലക്ഷ്മിയുടെ പാട്ടുകളാണ് അവർ വീട്ടിൽ വെച്ചിരുന്നത്. അപ്പോൾ സിനിമാ പാട്ടുകൾ പിന്നെ അന്വേഷിച്ച് കണ്ടുപിടിക്കുകയാണ്. ഇപ്പോൾ വേറൊരു തമാശ പറഞ്ഞു കഴിഞ്ഞാൽ, വയലാറിൻ്റെ ആദ്യം കേട്ട പാട്ട് ഏതാണെന്ന് എന്നോട് ചോദിച്ചു. ഇതൊരു ക്വാളിറ്റി ആയിട്ടല്ല പറയുന്നത്, ക്ഷമിക്കണം. ഏതാണെന്ന് കേട്ട് കഴിഞ്ഞാൽ ഞാൻ 6 വയസ്സുള്ളപ്പോൾ എന്നെ പഠിപ്പിച്ചൊരു ശ്ലോകമുണ്ട്. വയലാറിൻ്റെ ആദ്യം ഞാൻ പഠിച്ചത് പണ്ടങ്കക്കളരിക്കകത്ത് പടവാളൂരിപ്പയറ്റിപ്പുകൾ കൊണ്ടംഗങ്ങളിൽ രക്തചന്ദനമണിഞ്ഞെത്തുന്ന നൂറ്റാണ്ടുകൾ കൊണ്ടെത്തുന്ന ചുവന്ന പൂക്കൾ ചെവിയിൽ ചൂടി പടച്ചട്ടയും കൊണ്ടെത്തുന്നൊരെനിക്കു നീ വഴിമുടക്കിയിടായിക വേദാന്തമേ. ഇതാണ് വയലാറിൻ്റെ ആദ്യമായിട്ട് ബൈ ഹാർട്ട് ചെയ്ത വരി. അപ്പോൾ ഒരു പക്ഷേ അങ്ങനെ ഒരു വീട്ടിലുള്ളവർ അങ്ങനെയുള്ള വലിയൊരു പാരമ്പര്യം നമുക്കുണ്ടെന്നും അതിനെ മനസ്സിലാക്കണമെന്നും നമ്മുടെ മുന്നേ നടന്നവർ പഠിപ്പിച്ചതിൻ്റെ വെളിച്ചത്തിൽ അത് അന്വേഷിച്ച് പോകാനുണ്ടായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് തന്നെയായിരിക്കും പിന്നീട് അതിങ്ങനെ തുടർന്നത് എന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞിട്ടാണ് സന്തോഷേട്ടൻ കിം എടുത്തത്. ഇങ്ങനൊരു വഴിയുണ്ട്. അപ്പോൾ അന്നിങ്ങനെ ഞാനിങ്ങനെ പറഞ്ഞു സന്തോഷേട്ടനോട്. ഇപ്പോൾ പലരും ചിലപ്പോൾ ആലോചിക്കുമ്പോൾ ഈ ഒരിടത്ത് സിനിമയിലുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അതിൻ്റെ അപ്പുറത്ത് നമ്മൾ അന്വേഷിച്ച് പോകുമ്പോൾ ഇതൊരു മട്ടാണല്ലോ. സംഗീത നൃത്ത നാടകങ്ങൾ വരുന്ന ഇത് പാരിജാത പുഷ്പാപഹരണം എന്നുള്ള ഇതിലാണ്. ഈ നാടകം ആദ്യം ഉണ്ടായത് ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെ ആയിരിക്കും. അവിടെ നിന്ന് ഇവിടേക്ക് തന്ന് ഇവിടെ ഭാഷ മാറ്റിയിട്ട് അത് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് ഇപ്പോൾ വേറെയും 1-2 നാടകങ്ങളെ പരിശോധിച്ചപ്പോൾ അവിടെയും ഈ കിം എന്നുള്ളതുണ്ട്. അപ്പോൾ അത് ഈ കിം മട്ട് എന്നാണ്. ഇപ്പോൾ കുറത്തിപ്പാട്ട് അല്ലെങ്കിൽ വേറൊന്ന് പോലെയുള്ള ഒരു മട്ട് എന്ന് പറയുന്ന പോലത്തെ എഴുത്ത് രീതിയുടെ ഒരു മട്ടാണ് കിം മേ എന്നുള്ളത്. അത് പല നാടകങ്ങളിലും, അതിപ്പോൾ തമിഴിലാകുമ്പോൾ അവിടെ തമിഴ് ഭാഷയിലുള്ള വാക്കുകൾ വന്നിട്ട് അതിൻ്റെ എൻഡിൽ കിം ആയിരിക്കും. നമ്മുടെ അവിടെ കിം വന്നു. അപ്പം അതൊരു അന്വേഷിക്കാനുള്ളൊരു ഇത് തോന്നി. എനിക്ക് തോന്നുന്നു ആ പാട്ടിൻ്റെ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഇവർക്കൊക്കെ ക്രെഡിറ്റും കൊടുത്തിട്ടുണ്ട്. വൈക്കമണി സാറിനൊക്കെ ക്രെഡിറ്റ് കൊടുത്തിട്ടുണ്ട്. ഞാനന്ന് ബൈചേട്ടനെ വിളിച്ചിട്ടും രാജ് ചേച്ചിയെ വിളിച്ചിട്ടും ഒക്കെയാണ് അത് ചെയ്തത്. അപ്പോൾ ആ ഒരു പ്രതിബദ്ധത നമ്മൾ ചെയ്യണമല്ലോ ഇവിടെ നിൽക്കുമ്പോൾ. ഞാൻ പറഞ്ഞത് വേറെ ഒന്നുമല്ല, അതാ ഒരു ഇഷ്ടമുണ്ട്. അതിനപ്പുറത്ത് ഇപ്പോൾ ഒരു പക്ഷേ കാലം ഇത്രയൊന്നും അല്ലാത്തത് കൊണ്ട് മുതുകുളത്തിനൊന്നും ഇവിടെ ഇരിക്കാൻ ഇങ്ങനെ പറ്റിയിട്ടുണ്ടാവില്ല. എത്രയോ ആളുകളുണ്ട്. പുത്തങ്കാവ് മാത്തന്തരകനാണെങ്കിലും അങ്ങനെ എഴുതിയ കുറേ ആളുകളുണ്ട്. 5-മത്തെയോ 6-മത്തെയോ ഒക്കെ ഒരു ക്രോണോളജിക്കൽ ഓർഡർ എടുക്കുമ്പോൾ 6-മത്തെ ലിറിസിസ്റ്റ് ആയിരിക്കും ഭാസ്കരൻ മാഷ്. അങ്ങനെ എത്രയോ ആളുകളുണ്ട്. ഇവിടെ
എനിക്കിവിടെ ഇരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന് ഈ മുതുകുളം പോലുള്ള ആളുകൾ കാരണമാണല്ലോ. ഞാനിവിടെ ഇരിക്കുമ്പോൾ ഇങ്ങനെ എനിക്ക് ഏത് വേദി കിട്ടുമ്പോഴും മുതുകുളത്തിൽ തൊട്ട് തുടങ്ങണം എന്നത് ഒരാഗ്രഹമല്ല, അതിൻ്റെ ഒരു പ്രതിബദ്ധതയാണ് എന്ന് വിശ്വസിക്കാനാണ് ഇഷ്ടം. ഞാൻ ആസ് എ ലിസണർ ഞാൻ MS ബാബുരാജിൻ്റെയും ദേവരാജൻ മാഷിൻ്റെയും MP ശ്രീനിവാസൻ്റെയും ദക്ഷിണാമൂർത്തി സ്വാമിയുടെയൊക്കെ രാഘവൻ മാഷിൻ്റെയൊക്കെ വലിയ ആരാധകനാണ്. പക്ഷേ ഞാനെന്ന പാട്ടെഴുത്തുകാരനെ ഉണ്ടാക്കിയത് OB സുന്ദറും ബിജിബാലും ദീപക് ദേവും M ജയചന്ദ്രനും ഷാൻ റഹ്മാനും ജെയ്ക്സ് ബിജോയും രാഹുൽ രാജുവൊക്കെയാണ്. ഞാൻ ഇവരുടെ കൂടെ തന്നെ ചെയ്യാനാണ് ഞാൻ ഏറ്റവും ആഗ്രഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും. എനിക്കറിയില്ല, കാരണം എന്താണെന്ന് പറയുക, ഇതൊക്കെ ഒരു ആവേശത്തിൻ്റെ പുറത്ത് ചെയ്ത കാര്യങ്ങളാണ് എല്ലാം. ഈ പണ്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ പോണ വഴിക്ക് ഇങ്ങനെ നടന്നാണ് പോകുന്നത്. അമ്പലങ്ങളും പള്ളികളും ഒക്കെ ഉണ്ട്. ഇപ്പൊക്കെ എല്ലാ സ്ഥലത്തും സ്കൂൾ ബസ്സുകളായി. ഓരോ മതക്കാരും ഓരോ സ്കൂളുകളിലേക്കൊക്കെ എത്തുന്ന രീതിയിലൊക്കെ എത്തി. എല്ലാവരും ഒന്നിച്ച് പഠിച്ച ഒരു കാലം ഉണ്ടല്ലോ, നമുക്കൊക്കെ എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ഈ സ്കൂൾ നടന്നു പോകുന്ന സമയത്ത് അവിടെ ഒരു കുരിശുപള്ളിയുടെ അവിടെ ചിലപ്പോൾ ഒരു 10 പൈസ ഇടും. തൊട്ടപ്പുറത്ത് പോകുമ്പോൾ ഈ നേർച്ചക്കൊറ്റൻ്റെ കഴുത്തിലിടും, അല്ലെങ്കിൽ അമ്പലത്തിൻ്റെ അവിടെ ഇടും. അന്നൊക്കെ ആകെ പ്രാർത്ഥിച്ചിരുന്നൊരു കാര്യം, ഇന്ന് സ്കൂളിൽ സമരം ഉണ്ടാവണേ, ഇന്ത്യ സെക്കൻഡ് ബാറ്റ് ചെയ്യണേ, ടെണ്ടുൽക്കർ സെഞ്ചുറി അടിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത്രയും ലിമിറ്റഡ് ആയിരുന്നു. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആവുമായിരിക്കും, അല്ലാതെ ഇന്നതാവുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല.